സൂപ്പർ ചാറ്റ് ഡിജെ ബ്രോ എനിക്കോ? ഇത് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ബ്രോ. എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ലൈവ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ചാറ്റ് ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അതും ഡിജെ ബ്രോയുടെ കയ്യിൽ നിന്ന്. എനിക്കൊന്ന് ഡിജെ ബ്രോ ഇത്രയും ദിവസം ഇല്ലാത്തതിൻ്റെതെല്ലാം കൂടി ഒരുമിച്ച് കടം തീർക്കുകയാണെന്ന് തോന്നുന്നു. ബ്ലാക്ക് ടീ വല്ലപ്പോഴേ ഉള്ളു. ഓക്കെ, എന്നാലും ഡിജെ ബ്രോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, സത്യമായിട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അബി ഗോ സ്റ്റഡിഡാ, അതാണ് അബി പോയി പഠിക്ക്, ചുമ്മാ ഇരുന്ന് ചെറുക്കൻ. ചേച്ചിയെ കണ്ട് പ്രേതം പൊട്ടിക്കും, എന്നെ അടിക്കുമെന്നാണോ ഉദ്ദേശിച്ചത്? ഞാൻ എന്നെ പറ്റാതെ ഒന്ന് ചാവൂടാ. ഡിജെ ബ്രോ എനിക്ക് പറയാൻ വാക്കുകളില്ല, സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ നമ്മൾ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അല്ല ഞാൻ ഒറ്റയ്ക്കിരുന്ന് ലൈവ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടാണ്. എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ. നമ്മുടെ ഫസ്റ്റ് നമുക്ക് തന്നതും ബ്രോയാണ്. ഡൊണേറ്റഡ്, ഹാപ്പി ആയോ ഒക്കെ? നീ എപ്പം ഡൊണേറ്റ് ചെയ്ത്? ആദ്യമായിട്ട് സൂപ്പർ ചാറ്റ് ചെയ്തതും ബ്രോയാണ്, ബ്രോയുടെ കൈനീട്ടമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടാറുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ. ആണ് ഈ അബി ഇരുന്ന് പഠിക്കാ ചെറുക്ക, ലൈവ് ഒക്കെ നമ്മൾ ഡെയിലി നടത്തും. നീ പോയി പഠിച്ച് മാർക്ക് മേടിച്ചു കഴിഞ്ഞാല് നിനക്ക് എന്തെങ്കിലും ഇതുള്ളൂ. ചിലവര് ചോദിക്കും ഒരു പീസ് ഓഫ് പേപ്പറിലാണോ ഫ്യൂച്ചർ ഇരിക്കുന്നതെന്ന്. പക്ഷെ അത് നിനക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കാണ് ആ പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഡിജെ ബ്രോ പോയോ? ഡിജെ ബ്രോ പ്രേതം വന്നാൽ പേര് ചോദിക്കണം. ആരുടെ? പ്രേതത്തിന്റെ ആണോ? ഉറപ്പായിട്ടും. ലൈവ് കാണുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണേ. എനിക്ക് സന്തോഷമുണ്ട് ഗായ്സ്, സന്തോഷം. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ ചോദിച്ചതും ഇല്ല. എന്നിട്ടും ഡിജെ ബ്രോ നീ കണ്ണൊക്കെ നിറയുന്നു ഗായ്സ്. സന്തോഷം കൊണ്ടുവന്നു, വേറൊന്നുമല്ല കേട്ടോ. പ്രേതമോ? ഇവിടെ തന്നെ പ്രേതമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാണ്. ഹായ്, ഇപ്പൊ എന്താ? ചുമ്മാ വന്നേണ് ഇപ്പോഴത്തെ ലൈവ്. അതൊരു കൂടി പോയ ഒരു 7:45 വരെയൊക്കെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ലൈവ്, ചേട്ടന്മാരും എല്ലാവരും വന്നിട്ടുള്ള ലൈവ് വേറെ കാണും. ഡിജെ ബ്രോ മലയാളം ആണോ? ഡിജെ ബ്രോയ്ക്ക് മലയാളം നമ്മൾ പറയുന്നത് മനസ്സിലാവും. ചേട്ടൻ എവിടെ? ചേട്ടൻ വന്നില്ല. വീണ്ടും 400 രൂപ. എനിക്ക് വയ്യ ഡിജെ ബ്രോ. എന്താ ചുമ്മാ എന്നെ കരയിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. മീനു ചേട്ടൻ വന്നില്ല, ചേട്ടൻ വരും. വേണമെങ്കിൽ അതിനെ കൊണ്ട് ഞാൻ വിളിച്ചോടും. ആയിക്കോട്ടെ ഡിജെ ബ്രോ, എനിക്ക് എന്തോ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. തമാശ പറഞ്ഞല്ല, സത്യം. ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എനിക്ക് അത് 500 രൂപ. ഡിജെ ബ്രോ എന്ന് പറ്റി? കണ്ണൊക്കെ നിറയുന്നു ഗൈസ്. അതാണ് ഡിജെ ബ്രോ ബ്ലൂ കൊടുക്കാണ്. എടാ പാവം, നമ്മൾ അങ്ങനെ പറയരുത്. നമ്മുടെ ലൈവ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ തരുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് തരട്ടെ. അല്ലാതെ നമ്മൾ ഒരാളെയും ഞങ്ങൾ മുമ്പ് സൂപ്പർ ചാറ്റ് തരണം ഇങ്ങനെ പറയുമെന്നെങ്കിലും പിന്നെ നമ്മളങ്ങ് നിർത്തി. കാരണം നമ്മൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി നമ്മുടെ ലൈവ് ഇഷ്ടപ്പെടുന്നവരാണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്യരുത്. എനിക്ക് വാക്ക് കിട്ടുന്നില്ല ഗൈസ്, ഉള്ള കാര്യം പറയല. ഞാൻ ഇന്ന് ഈ ലൈവ് ഞാൻ ഇപ്പം നിശാന്തനെയും അഗോസിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോ പോലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ടാർഗറ്റ് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലൈവ് എങ്ങനെയെങ്കിലും ഇടണം എന്നുള്ളൊരു മൈൻഡ് എത്തി ഞാൻ വന്നത്. പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ ഡിജെ ബ്രോ വന്നതും ആദ്യം 100 അയച്ച്, ഇപ്പൊ 400 അയച്ച്. എനിക്ക് എന്താ പറയണോന്ന് അറിയത്തില്ല ഗൈസ്. എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ. എനിക്ക് വാക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയത്തില്ല ഇപ്പൊ എന്താ പറയണ്ടേന്ന്. ചിലപ്പം അവരെല്ലാരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് 500 രൂപ വന്നു. 500 വന്നു. ആദ്യമേ 100 രൂപ അയച്ചു, ഇപ്പൊ 400 രൂപ അയച്ചു. എനിക്ക് അറിയത്തില്ല, കണ്ണൊക്കെ നിറയുന്നു.